ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ബി.ജെ.പി. 12 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. പട്ടികയിൽ 2 പേർ വനിതകളാണ്. ഗായിക മൈഥിലി ഠാക്കൂർ അലിനഗറിൽ നിന്ന് മത്സരിക്കും. 57 പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ജെ.ഡി.യുവും പുറത്തിറക്കി കഴിഞ്ഞു. ആർ.ജെ.ഡി. നേതാവ് തേജസ്വി യാദവ് നാമനിർദ്ദേശ പത്രികയും നൽകി. രാഘോപൂർ മണ്ഡലത്തിൽ നിന്നാണ് തേജസ്വി യാദവ് ജനവിധി തേടുക. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. പത്രികാ സമർപ്പണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തേജസ്വി യാദവ്, ഒപ്പം ലാലു പ്രസാദ് യാദവ്, റാബ്രി ദേവി ഒക്കെ തന്നെ ആ ചടങ്ങിൽ സംബന്ധിച്ചു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് ജൻസുരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ അതിനിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത വി.ജി. പട്നയിൽ നിന്ന് തത്സമയം ചേരുകയാണ് വിവരങ്ങളുമായി. വിനീത, ബീഹാറിലെ മത്സര ചിത്രം ഏതാണ്ട് തെളിഞ്ഞു വരികയാണ്. ഇപ്പോൾ ഓരോ പാർട്ടികളായി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ഓരോരുത്തരുടെയും ആത്മവിശ്വാസം എത്രമാത്രമുണ്ട്? എന്താണ് ഓരോ ക്യാമ്പിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങൾ? പ്രജൻ, തീർച്ചയായും ഒരു മത്സര ചിത്രത്തിലേക്ക് ബീഹാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലാലു പ്രസാദ് യാദവിന്റെ വസതിക്ക് മുൻപിലാണ്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ നേതാക്കൾ, പ്രവർത്തകരൊക്കെ അവർ ഏതാണ്ട് രാവിലെ മുതൽ തന്നെ ഈ വസതിക്ക് പുറത്തു വന്ന് കാത്തു നിൽക്കുകയാണ്. ഈ സീറ്റ് വിഭജന ചർച്ചകൾ അത് പൂർത്തിയായതിനു ശേഷം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലേക്കൊക്കെ തന്നെ നേതാക്കൾ കടന്നിട്ടുണ്ട്. ഈ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾക്കൊക്കെയായി വന്ന് നിൽക്കുന്ന നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തേജസ്വി യാദവ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അദ്ദേഹം ഉച്ചയ്ക്കാണ് ലാലു പ്രസാദ് യാദവിനും റാബ്രി ദേവിക്കും ഒപ്പം എത്തി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം മറ്റ് മേഖലകളിലും മറ്റ് മുന്നണികളും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തിറക്കിയിരിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ 12 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പട്ടികയിൽ 2 പേർ വനിതകളാണ്. മുൻ IPS ഉദ്യോഗസ്ഥൻ ആനന്ദ് മിശ്രയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജൻസുരാജ് പാർട്ടിയിൽ നിന്നാണ് ആനന്ദ് മിശ്ര ബി.ജെ.പിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ബക്സറിൽ നിന്നാണ് ആനന്ദ് മിശ്ര മത്സരിക്കുക. ഗായിക മൈഥിലി ഠാക്കൂറും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ അലിനഗറിൽ നിന്നാണ് മത്സരിക്കുക. ആദ്യഘട്ടത്തിൽ 71 സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാം ഘട്ട പട്ടിക കൂടി ബി.ജെ.പി. പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആർ.ജെ.ഡിയെ സംബന്ധിച്ചിടത്തോളം അന്തിമഘട്ട ചർച്ചകൾ, സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഇപ്പോഴും പുരോഗമിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വസതിക്ക് മുന്നിൽ, ലാലു പ്രസാദ് യാദവിന്റെ വസതിക്ക് മുന്നിൽ ഇപ്പോഴും വലിയ തിരക്കാണ്. നേതാക്കൾ, പ്രവർത്തകരൊക്കെ ഇവിടെ എത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരണകൾ, ചർച്ചകളൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വസതിയിൽ നടക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷേ ഇന്ന് വൈകിട്ടോട് കൂടിയോ അല്ലെങ്കിൽ നാളെയോട് കൂടിയോ പൂർണ്ണമായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്ക് അടക്കം നേതാക്കൾ എത്തിയേക്കുമെന്നുള്ളത് തന്നെയാണ്. അതേസമയം ജൻസുരാജ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 3 പട്ടികകളാണ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളാണ് 3 ഘട്ടങ്ങളായിട്ടാണ് നടത്തിയിരുന്നത്. ആദ്യഘട്ടത്തിൽ പ്രശാന്ത് കിഷോർ മത്സരിക്കും തേജസ്വി യാദവിനെതിരെ എന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് താൻ മത്സര രംഗത്തിലേക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. 58 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടിയും മേഖലയിൽ സജീവമായി കഴിഞ്ഞു. മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ചകളൊക്കെ ഞങ്ങൾ പൂർത്തിയാക്കിയെന്ന് പറയുമ്പോഴും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കടക്കം ഇനിയും എത്തിയിട്ടില്ല. അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ഇനി 2 ദിവസം മാത്രമാണുള്ളത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ. ഒരുപക്ഷെ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോട് കൂടി തന്നെ ഏതാണ്ട് പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് ബീഹാറിൽ വ്യക്തമാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശരി, പട്നയിൽ നിന്നാണ് വിനീത വി.ജി. തത്സമയം വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.